എല്ലാവർക്കും വീനസ് ഓൺലൈനിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ പിങ്ക് വെറൈറ്റി ഓഫ് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലവർ. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് കിട്ടിയൊരു തൈയാണ്. നട്ടിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇതിൽ ഏതാണ്ട് ഒരു 10 ചക്കയോളം പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു സ്റ്റെമ്മിൽ തന്നെ 3 ചക്ക ഉണ്ടായിട്ടുണ്ട്. വളരെ താഴെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മെയിൻ ചക്കയ്ക്ക് എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. കട്ടപ്പനയിലുള്ള മിറാക്കിൾ ഫാമിൽ പോയപ്പോൾ ബിജു ചേട്ടനാണ് പറഞ്ഞത്, ഇങ്ങനെ 2ഉം 3ഉം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഏത് ഫ്രൂട്ടാണെങ്കിലും, അതിപ്പോൾ പേരയായാലും ചക്കയായാലും, അതിൽ മെയിൻ ചക്ക ഇല്ല മെയിൻ ഫ്രൂട്ട് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്യുക. ആ തിയറിയാണ് ഞങ്ങളിപ്പം ട്രൈ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഇടിച്ചക്ക പരുവത്തിലുള്ള ഈ 2 ചക്ക ഞങ്ങൾ മാറ്റുകയാണ്. മെയിൻ ചക്ക മാത്രമേ അവിടെ നിർത്തുന്നുള്ളൂ. അപ്പോൾ ആ മെയിൻ ചക്കയ്ക്ക് വെയ്റ്റും സൈസും കൂടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. പ്ലാവിൻ്റെ തടി കണ്ടാൽ അറിയാം, അധികം അതിന് വെയിറ്റ് എടുക്കാനും മാത്രമുള്ള സ്ട്രെങ്ത് ആയിട്ടില്ല. നട്ടിട്ട് 1 വർഷമായിട്ടുള്ളൂ. അപ്പം ഈ ചക്കയുടെ ഗ്രോത്ത് ഇനി 1 മാസം കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ടിട്ടിത് ഒട്ടും മൂപ്പായിട്ടില്ല. ഇനി 1 വർഷം കഴിയുമ്പോൾ നമ്മളിതൊന്ന് മുറിച്ച് നോക്കുമ്പം അതിൻ്റെ സൈസും വെയിറ്റും ഒക്കെ കൂടുന്നുണ്ടോ എന്നറിയാൻ പറ്റും. അതാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ബൈ.